ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ 19% മാത്രം താരിഫ്. ഇനി അതൊക്കെ പോട്ടെ, അമേരിക്കയിൽ നിന്ന് വരുന്ന സിന്തറ്റിക്കും പരുത്തിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന തുണിത്തരങ്ങളാണ് ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് അമേരിക്കയിലേക്ക് അയക്കുമ്പോഴോ 0% താരിഫ്. അയ്യേ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഇന്ത്യക്ക് 18 ഇട്ട് തന്നിട്ടുണ്ട്. പോരാത്തതിന് അവിടുന്ന് ഫ്രീ ആയിട്ട് സാധനം ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഫ്രീ ഇല്ല. എല്ലാത്തിനും 18 അതിന്റെ മേലോട്ട് പോവാ. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണോ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുകൂടാത്ത ഒരാൾക്കാരാ അല്ലേ? ഇന്ത്യക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മോദിജി സംഘികളെ സംബന്ധിച്ച് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുരാജ്യമല്ലേ? ശത്രുരാജ്യത്ത് നിന്ന് അത് നമ്മുടെ ഉറ്റ ഫ്രണ്ട് ആയിട്ടുള്ള ട്രംപ് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ വളഞ്ഞ് കുമ്പിട്ട് ഇങ്ങനെ കുനിഞ്ഞെന്നല്ലേ? ഇനി എങ്ങോട്ട് കുനിയാനാ? പറ്റൂല. അത് മാത്രമല്ല, റഷ്യൻ്റെ എണ്ണ വാങ്ങുന്നില്ല എന്ന് വെച്ചു. അത് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ പറയെങ്കിൽ നമ്മൾ വാങ്ങുന്നില്ല എന്ന് വെച്ചു. ഇനി എങ്ങാനും വാങ്ങിക്കഴിഞ്ഞാലോ അമേരിക്കയുടെ ഒരു ഉദ്യോഗസ്ഥ ഇവിടെ വന്ന് നോക്കും നമ്മൾ വാങ്ങുന്നുണ്ടോന്ന്. ഉണ്ടെങ്കിലോ നമ്മൾ മോദിയുടെ ചന്തിക്കിട്ടടിക്കും. ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ബംഗ്ലാദേശിന് 0% താരിഫ്, പോരാത്തതിന് 19% താരിഫ്. ഇതെന്ത് ഇവിടുത്തെ പരിപാടിയാണ്? ഞങ്ങൾക്ക് ഇവിടെയും പോകാനില്ല. ഞങ്ങൾ എല്ലായിടത്തും പോയി. ചൈനയിൽ പോയി, എന്നിട്ട് ചൈനയിൽ പോയി മുള കിട്ടിയില്ല, ചെലവ് ഇത്രേ. നമ്മൾ ജപ്പാനിൽ പോയി, മുള കിട്ടിയില്ല, ചെലവ് ഇത്രേ. നമ്മൾ പല രാജ്യങ്ങളിലും പോയി, എവിടുന്ന് മുള കിട്ടിയില്ല, ചെലവ് ഇത്രേ. അവസാനം നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഒരു കരാറ് ഒപ്പിട്ടും അടുത്ത കൊല്ലം ഒന്ന് വെറുതെ അവിടെ വെച്ചപ്പോഴേക്കും നമുക്കത് അടുത്ത പണി വേറെ എങ്ങനെ കിട്ടുന്നത്. ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാത്തതിൻ്റെ പേരിലോ എണ്ണയുടെ വില കുനിച്ച് കുത്തി പോയി. പണ്ട് നമ്മുടെ ആരെ പറഞ്ഞിരുന്നത്, നമ്മുടെ ഏതൊരുത്തും പറഞ്ഞിരുന്നില്ല, 50 ഉറുപ്പ്യക്ക് നമ്മൾ മോദിജി ഇങ്ങൾക്ക് എണ്ണ തരുന്നു. 50 ഉറുപ്പ്യ പോയിരുമ്പോൾ 150, 250 നിൽക്കാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണോ ഇമ്മാതിരി ബംഗ്ലാദേശുമായിട്ട് ട്രംപ് ഇമ്മാതിരി ഒരു പരിപാടി ഒപ്പിക്കുന്നത്? അവിടെ നാണം കെട്ട് നാറിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാം കൊണ്ടും മൊത്തത്തിൽ ചാണം കൊണ്ട് നാറിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വിശ്വഗുരുപ്പുള്ളത്. അറിയില്ലേ? എവിടെ നോക്കിയാലും തള്ളാം. പാർലമെന്റിൽ പോകാൻ പറ്റില്ല. അവിടെ കോൺഗ്രസിന്റെ വനിതാ MP മാർ എന്നെ കൊല്ലാൻ നിൽക്കുക എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ പെണ്ണ് കേസ് കൊടുക്കാൻ നിൽക്കുക. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പേടിയാണ്. ഈ രാഹുൽ ഗാന്ധിയാണ് ഓരോ പുസ്തകമൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ചോദിച്ചു കഴിഞ്ഞാലോ, പണ്ട് നമ്മൾ ഈ ബാങ്കോങ് തടാകത്തിന്റെ ഫ്രണ്ടിൽ ഇന്ത്യന്റെ പട്ടാളക്കാർ 20ഓളം പട്ടാളക്കാരെ ചൈനീസ് പട്ടാളക്കാർ കൊന്ന് അവർ കയറി വരുന്ന സമയത്തെ നമ്മൾ തിരിച്ചാക്രമിക്കണോ എന്ന് നമ്മുടെ കരസേന മേധാവി വിളിച്ചോണ്ടിരിക്കുക. അല്ല രാജ്നാഥ് സിംഗ്, നിങ്ങളൊന്ന് ഫോൺ എടുക്ക്, നമുക്ക് ആക്രമിക്കേണ്ട, അവർ നമ്മൾ എത്ര പേരെ കൊന്ന്, നമുക്ക് എന്താ ചെയ്യണ്ടേ? ഫോൺ എടുക്കുന്നില്ല, പേടിയാ. ഫോൺ എടുത്തപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അടുത്തതാരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ജയശങ്കറിനെ വിളിച്ചപ്പോൾ ആളില്ല, ആൾ ഇവിടെ ടൂറിലാന്നാ പറഞ്ഞത്. പ്രധാനമന്ത്രിനെ വിളിച്ചിട്ട് 10 വട്ടം വിളിച്ച അവസാനം കോള് കിട്ടി. അല്ല പ്രധാനമന്ത്രി, നമുക്ക് അവസ്ഥ ഇതാണ്, നമ്മൾ തിരിച്ചാക്രമിക്കണ്ടേ? എനിക്കൊന്നും അറിയില്ല, മൊനിച്ചെന്താ ചെയ്തോന്ന് എന്ന് പറഞ്ഞ് ഫോണ് വെച്ച ആളാ. അന്ന് ചൈനനെ പേടിയാണ്, പിന്നെ ട്രംപിനെ പേടിയായി. ട്രംപിനെ പേടിച്ചോണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ പല ചോദ്യങ്ങളുടെ മുമ്പിലും ഉത്തരം പറയാൻ പറ്റാണ്ട് വളഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു ഭൂലോക തോൽവിയായിട്ട് നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സകല കാര്യ മന്ത്രിമാരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുക്കുമായിട്ട് വന്നു കഴിഞ്ഞാലല്ലോ, പണ്ട് നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ ഇന്ദിരയുടെയും കാലത്തുള്ള കുലിസിത ബുക്കുകളൊക്കെ കൊണ്ടിട്ടാണ് വരുന്നത്. പണ്ട് നെഹ്റു ഇങ്ങനെ ചെയ്തില്ലേ, പണ്ട് ഇന്ദിര എങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട്. അല്ലെങ്കിലും പ്രധാനമന്ത്രിയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ ബബ്ബ അടിച്ചു കഴിഞ്ഞാൽ നേരെ നെഹ്റുവിൻ്റെ മേലേക്ക് ഒരൊറ്റ ചാട്ടാണ്. നെഹ്റു കാരണമാണ് അമേരിക്കയുടെ താരിഫ് നമുക്ക് കിട്ടിയത് എന്നൊക്കെ പറയും ചിലപ്പോൾ. അത്രയൊക്കെ ഈ മൈതാനത്ത് കവലയിലും അവിടെയും ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന ഈ ടീമിന് അതിനേക്കാൾ വലുതൊക്കെ പറയാനുണ്ടോ? നിങ്ങളത് ആലോചിച്ചു. മറ്റേ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇരിക്കുന്ന ഈ BJP NDA പാർട്ടിയുടെ ഏതെങ്കിലും ഒരുത്തനും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോ? അത് ഒന്നിനും ഉണ്ടാവില്ല. എല്ലാം കുറെ ചാണകം തിന്ന് ഒരു പശുവിന്റെ ബുദ്ധിയും വെച്ചിട്ട് എന്നടിച്ച് നടക്കുന്ന ടീമാണ്. കാര്യപ്പെട്ട എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊല്ലുന്നേ, അയ്യോ എന്നെ തല്ലുന്നേ, ഞാൻ ഇനി പാർലമെന്റിലോട്ട് വരില്ല എന്ന് പറഞ്ഞ ഒറ്റ മുങ്ങല. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാൻ അറിയാണ്ട് കുറച്ചധികം സംസാരിച്ചു പോയി. അപ്പം വിഷയം കാണുന്ന ആളുകളെ തുടക്കം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചെയ്യട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബംഗ്ലാദേശുമായിട്ട് US പുതിയ കരാറ് സൈൻ ചെയ്തു. അതായത് 19% താരിഫിലാണ് കരാർ സൈൻ ചെയ്തത്. അത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങളാണ്, അതായത് ഗാർമെൻറ്റ്സിനാണ് ഈ ഒരു നികുതി ട്രംപ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യക്ക് 18 മൊത്തത്തിന് കിട്ടിയ സമയത്ത് ബംഗ്ലാദേശിന് 19. ഇത്ര ഡിഫറൻസുകൾ കേട്ടോ. നമ്മൾ വലിയ കൊമ്പത്തെ മണ്ണാങ്കട്ടെ എന്നിട്ട് കാര്യമില്ല. ഇതാണ് അവസ്ഥ. 19%. ഇനി 0 വരുന്നുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. അതായത് ഈ 19% എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ടോട്ടൽ കയറ്റുമതി നോക്കുകയാണെങ്കിൽ ആ 100%-ന്റെ 80% അവരുടെ ഗാർമെൻറ്റ്സാണ്, തുണിത്തരങ്ങളാണ്. ഇവൻ നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഈവൻ ഇന്ത്യയിൽ തന്നെ നമ്മൾ പല തുണികൾ എടുത്ത് നോക്കുമ്പോൾ ബംഗ്ലാദേശ് ആയിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ പ്രശ്നമായി നിൽക്കുന്നത്. ബംഗ്ലാദേശിലെ തുണികളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ
പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലോട്ടും അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിലും ബംഗ്ലാദേശിൻ്റെ തുണികൾക്ക് ഭയങ്കര വിലയുണ്ട്. ഇന്ത്യയുടെ തുണി അതുപോലെ തന്നെ പേരുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ തുണിത്തരങ്ങൾ. അപ്പം അതിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് 19% ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അതായത് ബംഗ്ലാദേശിൻ്റെ 80% വരുന്ന കയറ്റുമതിക്ക് 19% മാത്രമാക്കി അമേരിക്കയുടെ ഇത് വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇത് ബംഗ്ലാദേശിൻ്റെ GDPൻ്റെ 10% മേലെ വരുന്നുണ്ട് ഈ ഒരൊറ്റ ഗവൺമെൻറ്റ്സിൻ്റെ കയറ്റുമതി എന്ന് പറയുന്നത്. അപ്പം ബംഗ്ലാദേശിന് എത്ര വലിയൊരു സപ്പോർട്ടാണ് കിട്ടിയെന്ന് ആലോചിക്കണം കേട്ടോ. പിന്നെ നല്ല കാര്യം, അവർക്ക് സപ്പോർട്ട് കിട്ടണം, അവർക്ക് കിട്ടണം, അത് അവരുടെ കാര്യം. ഇനിയിപ്പം അത് മാത്രമല്ല, 0 ഡ്യൂട്ടി ആനുകൂല്യം കൂടെ കൊടുക്കുന്നുണ്ട്. അതെന്തിനൊക്കെയെന്നറിയോ? അതായത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കോട്ടനും സിന്തറ്റിക്കും പരുത്തി സിന്തറ്റിക് സാധനങ്ങൾ ബംഗ്ലാദേശിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന സാധനത്തിന് 0%. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇന്ത്യയുടെ അവസ്ഥ അവിടെ നിന്ന് ഈ സാധനങ്ങൾ കോളായിട്ടും മറ്റേ എന്താ പറയുക മൈനായിട്ടും അതായിട്ടും ഇതായിട്ടും പല സാധനങ്ങളും ഇങ്ങോട്ട് കൊടുത്തു വിടും. നമ്മൾ 0% ഈ പറഞ്ഞ ചോളവും അതും ഇതൊക്കെ നമ്മളിവിടെ വാങ്ങി വെക്കണം. നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും 0 ഇല്ല. നമ്മൾ അങ്ങോട്ട് ഇടുന്നൊക്കെ 18ഉം 25ഉം അങ്ങനെ മേലോട്ട് അങ്ങോട്ടാണ്. അതിൽ താഴോട്ടുള്ള ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം മനസ്സിലായോ നമ്മുടെ ഡിപ്ലോമസിയുടെ ഒരു ഇത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മളെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ ഡിപ്ലോമസിയുടെ അവസ്ഥ. നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാ രാജ്യങ്ങളായിട്ടും നമ്മുടെ ശത്രുക്കളപ്പം ബംഗ്ലാദേശായിട്ടും പാകിസ്ഥാനൊക്കെ ഒരു ശത്രുക്കളൊന്നുമല്ല, അമ്മൊരു ടീമാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ അയൽവക്ക രാജ്യങ്ങളായിട്ടും മറ്റേത് രാജ്യങ്ങളായിട്ടും ഈ ശത്രുതയും കാര്യങ്ങളും തന്നെ നമുക്ക് മെച്ചമുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇപ്പം ചങ്കികൾ ചാടി വീണു. നമ്മൾ യൂറോപ്യൻ ട്രേഡൊന്നും വന്നിട്ടില്ല. നമ്മൾ യൂറോപ്യൻ കൺട്രീസ് അമേരിക്കയായിട്ടൊരു ഇഷ്യൂ ഉള്ള സമയത്ത്, ഇന്ത്യ അമേരിക്കയായിട്ടൊരു ഇഷ്യൂ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സംഭവം നടന്നതല്ലാണ്ട് നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡെമോ ആണ് നമ്മളെ കാണിച്ചിരുന്നത്. സൈൻ ചെയ്യണമെങ്കിൽ അടുത്ത വർഷമാവണം. അതിൻ്റെ ഇടയ്ക്ക് 27-28 രാജ്യങ്ങളുടെ പാർലമെൻ്ററി സപ്പോർട്ട് വേണം അതിന്. ഓരോ രാജ്യങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യണം. അതിൽ ഒരു രാജ്യം ഇടഞ്ഞു നിന്നാൽ മതി. ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ആ കൂട്ടത്തിലാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ അമേരിക്കയിൽ നമുക്ക് ഡീൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ അമേരിക്കയിൽ ഡീലായി. അമേരിക്കയിൽ ഡീലാവുന്ന സമയത്ത് എത്രത്തോളം ഈ യൂറോപ്യൻ ട്രേഡ് ഡീലൊക്കെ ആവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം അതുകൊണ്ട് അതും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ റഷ്യന്ന് നമ്മൾ നിർത്തി. അല്ല, റഷ്യന്ന് എണ്ണ വാങ്ങുമോ എന്ന് നമ്മുടെ ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരോട് ചോദിക്കുമ്പം അത് മറ്റേ മന്ത്രിയോട് ചോദിക്കാൻ പറയും, ഇപ്പുറത്തെ മന്ത്രിയോട് ചോദിക്കാൻ പറയും അത് നിങ്ങൾ ഇപ്പുറത്തോട്ട് ചോദിച്ചു എന്ന് പറയും. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ പറയും അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, ഞാൻ പാർലമെന്റിലോട്ടില്ലേ, ഞാനൊന്നും മിണ്ടൂലേ. Piyush sir, has India agreed not to import Russian oil as mentioned in Trump? इसकी जानकारी आपको दे पाएंगे. Talk to us about the talks on the trade deal. Were there discussions on that ever since the announcement was made? Well, not directly with me because that's being handled by Commerce and Industries Minister Piyush Goyal. നമുക്ക് ശീലമില്ലാത്ത കാര്യമില്ല. നമുക്ക് പത്രങ്ങളുടെ മുമ്പിലോ നമുക്കൊരു പൊതു പ്രസ്താവന ചെയ്യാൻ നമുക്കറിയില്ല. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ട് നമ്മൾ വായിക്കും എപ്പോഴെങ്കിലുമൊക്കെ. പിന്നെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യും. നമ്മുടെ എക്സിലോ നമ്മുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. പിന്നെ നമ്മൾ 4 കവല പ്രസംഗം നടത്തും. അത് പാർലമെന്റിലാണെങ്കിലും കുറേ നെഹ്റുവിനെ കുറ്റം പറഞ്ഞിട്ടും ഇന്ദിരനെ കുറ്റം പറഞ്ഞിട്ടുള്ള 4 പ്രസംഗം പറത്തും. പിന്നെ കുറച്ച് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ത്രെട്ട് നമ്മൾ അതിലിട്ട് കൊടുക്കും. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള യാതൊരു പരിപാടി അറിയാത്തത് കൊണ്ട് ഇതുപോലത്തെ രാജ്യങ്ങൾക്ക് കിട്ടേണ്ട നല്ല നല്ല കാര്യങ്ങൾ കിട്ടും. നമ്മളിപ്പോഴും വിശ്വ ചക്കക്കുരു എന്നും പറയാൻ നടക്കും. അവസാനം ചക്കക്കുരു ചുട്ട് തിന്നേണ്ട അവസ്ഥ ഇന്ത്യയിലെ സകല മനുഷ്യന്മാർക്ക് വരും. പട്ടിണി പാവങ്ങൾക്ക് വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ 4 ചക്കക്കുരു ചുട്ട് തിന്നാൻ പറ്റും. അതല്ലാണ്ട് വിശ്വഗുരുവിനോടൊന്നും നടക്കൂല. ചക്കക്കുരു വീട്ടിലുണ്ടെങ്കിൽ ചുട്ട് തിന്നാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതേ നമ്മളെ കൊണ്ടൊക്കെ നടക്കും. ഇനി ഇത് തള്ളാണ്, ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, ബംഗ്ലാദേശുമായിട്ട് ഒരു പദ്ധതിയിലും അമേരിക്ക ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞവരോണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൂടെ പറഞ്ഞുതരാം. ഇത് കരാറിൽ ഒപ്പിട്ടൽ വാഷിങ്ടണിൽ വരുന്ന ചടങ്ങിൽ വെച്ചിട്ടായിരുന്നു. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ജെയിംസൺ ഗ്രിയയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് കൊമേഴ്സ് അഡ്വൈസറി ഷെയ്ഖ് ബഷീർ റുഫീനുമാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. ആ കരാർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരാർ ചാലു ആയിട്ടുണ്ട്, അത് ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ ആക്റ്റീവ് ആകും ഒന്നുമില്ല, ആയിട്ടുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ ഭൂലോക തോൽവിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഈ തോൽവി ഞങ്ങളുടെ ജയമാണെന്നും പറഞ്ഞു വരുന്ന സംഖ്യകളെ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കാണാം. നോട്ട് ചെയ്തോ.